ഹലോ ഗെയ്സ്, ഇതെവിടെയാണെന്ന് മനസ്സിലായോ? തിരുവനന്തപുരം നാട്ടിൻ്റെ ഏറ്റവും സ്പെഷ്യലായ സ്ഥലമാണ് കേട്ടോ. തിരുവനന്തപുരത്തിൻ്റെ സെൻട്രലായ പാളയം ജംഗ്ഷനിലെ പുത്തരിക്കണ്ടം മൈതാനമാണിത്. വളരെ മനോഹരമായ സ്ഥലമാണ്. ഇത് എപ്പോഴാണ് ഇങ്ങനെ അലങ്കരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയോ? ഇത് ഓണാഘോഷ ടൈമാണ്. അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. റോഡ് മൊത്തത്തിനുണ്ട്. ഞങ്ങളെല്ലാവരും കാണാൻ പോവുകയാണ്. ഞാൻ വീഡിയോ എടുത്തിട്ട് കുറച്ചായി, ഓണത്തിനെടുത്താണ്. പക്ഷേ ഇടാൻ ഇപ്പോഴാണ് സമയം കിട്ടിയത്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാനിത് കാണിക്കുകയാണ്. ഈ നാട്ടിൽ തിരുവനന്തപുരം അല്ലാത്ത പല നാടുകളിലുള്ള ആൾക്കാരുണ്ടല്ലോ, ഇങ്ങനത്തെ പരിപാടി കാണാത്ത ആൾക്കാർ ഇത് കണ്ടോളൂ. ഇതുപോലൊരു അവസരം പിന്നെ കിട്ടിയെന്ന് വരില്ല. മുഴുവൻ വീഡിയോസും ഇപ്രാവശ്യം ഒത്തിരി ഹോറബിളായിട്ടുള്ള വീഡിയോസൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ കാത്തിരുന്ന് കണ്ടോ. ലാസ്റ്റ് കാണാൻ നിങ്ങൾക്ക് വേണ്ടി എല്ലാം ഞാൻ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. ഒന്നും വിടാതെ ഞാൻ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അത്ര മനോഹരമായാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. നോക്കിക്കോളൂ, കണ്ടോ. ലൈറ്റ് അറേഞ്ച്മെൻ്റൊക്കെ എത്രത്തോളം ഭംഗിയായിട്ടാണ് ഈ രാത്രി സമയങ്ങളിൽ കണ്ടു നോക്കൂ. എത്ര മനോഹരമായിട്ടാണ്. ഇതെന്താ നിങ്ങൾക്കറിയില്ലേ? കളരിപ്പയറ്റാണ്. അതൊക്കെ ഉണ്ടായിരുന്നു. നല്ല നല്ല അടിപൊളി ഒരു വൈബായിരുന്നു കേട്ടോ. ഇതൊക്കെ കാണണം. അടുത്ത തവണയെങ്കിലും നിങ്ങൾ എല്ലാവരും തിരുവനന്തപുരത്തോട്ട് പോരൂ. ഇതുപോലെ ഒരു നല്ലൊരു വൈബ് ഉണ്ടാവും. ഇതെൻ്റെ സഹോദരനാണ്. അവന് പാമ്പിനെടുത്ത് തോളിയിടണമെന്ന്. അവനിപ്പോൾ പാമ്പിനെടുത്ത് കൊടുത്തിട്ടുണ്ട്. അതും കയ്യിൽ പിടിച്ച് എന്തോ അമൃത് കിട്ടിയാണൊക്കെ അവൻ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. നിങ്ങൾ കണ്ടു നോക്കൂ അവൻ്റെ സന്തോഷം. പാമ്പിനെ എടുത്തിച്ച് ഞങ്ങൾക്കത് പറ്റൂല കേട്ടോ, ഞങ്ങൾക്ക് പേടിയാണ്. അതുകൊണ്ട് ഞങ്ങൾ വാങ്ങിയില്ല. പക്ഷേ അവനിതൊക്കെ ഒരു രസമാണ്. അവൻ എടുത്ത് വെച്ചിട്ട് നിൽക്കുന്നുണ്ട്. അടുത്തവന് ഒരു തത്തയുണ്ടല്ലോ, അതിന് എന്താ പറയുന്നറിയില്ല. നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങളത് കമൻറ്റ് ഇടും കേട്ടോ. അതെന്താ സാധനം എന്നുള്ളത്. അവൻ്റെ തോളത്തിരിക്കുന്ന കണ്ടോ, ആ സാധനം എന്താ? അത് തത്തയാണോ? അതെന്താണെന്ന് എനിക്ക് അത്ര വലിയ പിടിയില്ല കേട്ടോ. അപ്പോൾ അതെന്താണെന്നുള്ളത് നിങ്ങൾ പറയൂ, കമൻറ്റ് ഇടുക കേട്ടോ. അപ്പം അങ്ങനെ അവൻ കുറച്ച് നേരം ഇനിയിപ്പോൾ കൊത്ത് കിട്ടും. തത്തയുടെ നിന്ന് കൊത്ത് കിട്ടും. ഇപ്പോൾ ഇതാ കൊത്തി കൊടുത്ത. അയ്യോ, അവൻ്റെ വൈക്കോൽ തൂറ് തല മൊത്തത്തിൽ പോയി. അവൻ്റെ തലയിൽ നല്ലൊരു കുത്തു കിട്ടി. അവൻ കിളി പറന്ന് നിൽക്കുകയാണ്. എല്ലാവരും കാണണം അവൻ്റെ കിളി പറന്ന് നിൽപ്പ്. അതിനെ വെക്കുന്നതിനെ വേഗത്തിൽ തന്നെ അതിനെടുത്ത് മാറ്റാൻ വേണ്ടി പറയുകയാണ് അവരുടെ അടുത്ത്. അങ്ങനെ അതെടുത്ത് മാറ്റാൻ വേണ്ടി പോവാണ്. എന്നാലും അവന് മതി വരത്തില്ല കേട്ടോ. അത് മാറിയാൽ ഇനി അടുത്ത എന്തരാണുള്ളത് അതിനെ തേടി അവൻ പോകുന്നുണ്ട്. അടുത്ത ഏതാണ് കിട്ടുന്നത് അതിനെടുത്ത് കയ്യിൽ പിടിക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ അടുത്ത് ചോദിക്കുകയാണ്, ഇനി അടുത്ത് ഏതാ അടുത്ത് വെക്കാനുള്ളതെന്ന്. അങ്ങനെ ഇതാ ചോദിച്ചതാ വാങ്ങിയിട്ടുണ്ട്. ഇതെന്താണെന്നറിയോ? ഇത് അണ്ണാനാണോ, അണ്ണാൻ കുഞ്ചാണോ? വെള്ള അണ്ണാനല്ലേ? നിങ്ങൾക്കറിയോ ഇതെന്താന്ന്? വെള്ള അണ്ണാനാണ്. നല്ല രസമുണ്ടല്ലേ കാണാൻ, നല്ല ഭംഗിയുണ്ട്. കുഞ്ഞു മക്കളെ പോലെ നല്ല രസമുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണ്ടേ വെറൈറ്റി കളരിപ്പയറ്റുകളാണ് കേട്ടോ. വെറൈറ്റി ആയിട്ട് പെൺകുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്, പുരുഷന്മാർ, ഇവരൊക്കെ ചേർന്ന് നല്ല അടിപൊളി സെറ്റപ്പാണ്. ഇത് കാണാം. ഇത് സത്യം പറഞ്ഞാൽ ഇത് ഇത്രയും കാണാതിരുന്ന വലിയ നഷ്ടമാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഇത് കാണുക. ഭയങ്കര രസമാണ്. അടുത്ത കൊല്ലം എല്ലാവർക്കും ഇങ്ങോട്ട് പോരാൻ, തിരുവനന്തപുരത്തോട്ട് പോരാൻ, ഇതൊക്കെ കാണാം കേട്ടോ. അത്ര നല്ല അടിപൊളിയാണ്. ഞാൻ ട്രിവാൻഡ്രംകാരിയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനുള്ള അവസരം കുറേ കാലമായിട്ടുണ്ട്. അങ്ങനെ കാണുകയാണ്. അപ്പം നിങ്ങളിത് മറക്കാണ്ട് എല്ലാം നിർത്തിയിട്ട് ആരും സ്കിപ്പ് ചെയ്ത് പോകരുത്. ഫുള്ള് കാണുക കേട്ടോ. നല്ലതാണ്. ഇത് കണ്ടോ, ഇതെന്താണെന്നറിയോ? നല്ലൊരു എന്താ പറയുക, നല്ലൊരു ഭംഗിയുണ്ടല്ലോ ഇത് കാണാനായിട്ട്. അതെന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ഇടുക കേട്ടോ. അതെന്താ സംഭവം എന്നുള്ളത്. ഞങ്ങൾ ഇതൊക്കെ കണ്ട് ദൂരെ നടന്ന് പോവുകയാണ്. എക്സിബിഷൻ ഉണ്ട്. ഇതുണ്ടോ കോഴി, ടർക്കി കോഴിയാണ്. ഇതൊക്കെ കണ്ടോ. ഇത് നിങ്ങൾക്കറിയോ ഇതൊക്കെ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ? അത്ര തിരക്കാട്ടോ. ഞങ്ങൾക്കൊന്നും വീഡിയോ പിടിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു. അത്ര തിരക്കാണ്. ഒരു രക്ഷയില്ല. കുട്ടികളും മുതിർന്നവരും ചെറുപ്പക്കാരും ഒക്കെ തിങ്ങി ഞെരുങ്ങി. എൻ്റെ പൊന്നും, അടിപൊളി ഒരു വൈബായിരുന്നു കേട്ടോ. പിന്നെ ഇത് കണ്ടോ, ഫിഷ് എക്സിബിഷനാണ്. ഞങ്ങളത് കാണാൻ കയറി. നല്ല വെറൈറ്റി ഫിഷാണ്. കണ്ടു നോക്കും നിങ്ങളെല്ലാവരും. നിങ്ങൾക്ക് ഇതിൻ്റെ പേരുകളൊക്കെ അറിയാമോ? ഇതൊക്കെ നമുക്ക് പേരൊന്നും അറിയത്തില്ല കേട്ടോ. എല്ലാത്തിൻ്റെയും മുകളിലായിട്ട് തന്നെ അവരത് എഴുതി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ കണ്ട് പോയി. നല്ല രസമുള്ള, നല്ല ഭംഗിയുള്ള ഫിഷുകൾ അല്ലേ? ഫിഷ് നല്ല ഭംഗിയുള്ള ഫിഷാണ്. ഇതെല്ലാം ഓണത്തിൻ്റെ ഇതായിട്ട് നമ്മൾ ഇതിനായിട്ട് ഇറങ്ങി തിരിച്ച് നല്ല സെറ്റാക്കി. കാര്യം മുഴുവൻ കാണാൻ കഴിഞ്ഞ് നല്ല സന്തോഷത്തോടെയാണ് ഞങ്ങളെല്ലാം തിരിച്ച് മടങ്ങിയത് തന്നെ. അത്ര നല്ല വൈബല്ലേ, നല്ല രസമല്ലേ. മീൻ ഫിഷ് കണ്ടോ, വെറൈറ്റിയാണ്. അത് കളർ ഫിഷുകൾ കണ്ടോ. ഇതൊക്കെ കാണും കേട്ടോ. നല്ല കളർ ഫിഷുകളാണ്, അടിപൊളിയാണ്. ഇതെന്താ സംഭവം പറ? സ്നേക്ക്. ഇത് സ്നേക്കിൻ്റെ കൂടെയാണ് കളി. കണ്ടോ,
അതതിനകത്ത് കണ്ണാടിക്കൂടിനകത്ത് നല്ല ഗംഭീരമായിട്ട് കിടക്കുകയാണ്. ഇതിനകത്ത് ഓരോന്നുണ്ട് കേട്ടോ. ഇവിടെ കണ്ടേ ഹാമ കണ്ടോ വെള്ളത്തിൽ കിടക്കുന്നു. ഇതും എക്സിബിഷനാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാടുണ്ട് കേട്ടോ. അവിടെ ഇവിടെ ആയിട്ടുണ്ട്. നല്ല ഭംഗിയല്ലേ? ഇതെല്ലാം കളറായിട്ടില്ലേ? സെറ്റായിട്ടില്ലേ? അടുത്ത് നമ്മൾ നിങ്ങൾക്ക് സർപ്രൈസ് കണ്ടോ? സർപ്രൈസ് കണ്ടോ? വരൂ നമുക്ക് പ്രേതത്തിനകത്ത് കാണാൻ പോകാം. പ്രേതത്തിൻ്റെ കാണാൻ പോയിട്ട് വരാം. അവിടെ അവിടെയായിട്ട് ഓരോ പ്രേതങ്ങൾ അവിടെ അവിടെയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. നമുക്കൊന്ന് പോയി വരാമോ? വാ, എല്ലാവരും വാ, നമുക്ക് കാണാം. അകത്തോട്ട് കയറാണ്. നമുക്ക് പോയി കണ്ടിട്ട് വരാം. ഇരുട്ടാണ്, പക്ഷേ മുക്കിലും മൂലയിലും ഓരോരോ പ്രേതങ്ങൾ ഇങ്ങനെ നിൽക്കും കേട്ടോ. പേടിക്കരുതാരും. അടിപൊളിയായിട്ടാണ്. ഇതാ കയറുന്നു. ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ഇതിനകത്ത്. നമുക്ക് ഇരുളൊക്കെ കാണുമ്പോൾ ഒരു പേടിയാണ്, എന്നാലും സാരമില്ല, കയറി കാണാലോ. കണ്ടോളൂ, എവിടെയെങ്കിലുമൊക്കെ ഓരോന്ന് കാണും. നിങ്ങൾ പേടിക്കരുത്. ഇരുട്ട് കണ്ടോ? ഇരുട്ടാണ്. കണ്ടോ? ഇതെന്തായിരിക്കണ ശവപ്പെട്ടി. അടിപൊളി. നോക്ക്. ഒറ്റയ്ക്കാണെങ്കിൽ പേടിച്ചൊക്കെ തോറും. ഇപ്പം ഇത്രയും ജനങ്ങളുള്ളതുകൊണ്ട് പേടിക്കില്ല കേട്ടോ. ഇപ്പം കണ്ട അവിടെ അസ്ഥികൂടങ്ങൾ വെച്ചിട്ടുണ്ട്. ഒറ്റയ്ക്ക് ഞാൻ പറഞ്ഞു വിട്ടെങ്കിൽ ഞാൻ അവിടെ പേടിച്ച് നിലവിളിച്ച് കാരണം മറിഞ്ഞിരുന്നു. പക്ഷേ ഇതിപ്പോൾ എല്ലാവരും കൂടി ആയതുകൊണ്ട് അടിപൊളിയാണ്. അടിപൊളി വൈബാണ്. പേടിയൊന്നും തോന്നിയില്ല. സൂപ്പറല്ലേ? അവ്വ, മമ്മി കിടക്കുന്നു. നോക്കൂ, കണ്ടോളൂ. ഇതാണ്. മുന്നോട്ട് പോകൂ. ഇവിടെ ആരോ ഒളിച്ച് നിൽക്കുന്നുണ്ട്. ഇതിനെയൊക്കെ കണ്ടാൽ പേടിക്കൂലേ? അതെ, ഒറ്റയ്ക്കാണെങ്കിൽ പേടിക്കും, അത് ഉറപ്പാണ്. ആൾക്കാർ കണ്ടില്ലേ, ഇഷ്ടം പോലെ ഉണ്ട് അതിനകത്ത്. ഫ്രിഡ്ജല്ലേ, ഫ്രിഡ്ജിനകത്തൊരു പാവക്കുട്ടി. അതുകൊണ്ട് പാവക്കുട്ടിയല്ല കേട്ടോ, എൻ്റെ മുകളിൽ സംഭവം ഉണ്ട്. നിങ്ങൾ പേടിക്കണ്ട, അത് മുന്നോട്ട് നടക്കുകയാണ് സെറ്റായിട്ട്. കണ്ടു നോക്കുകയും. ഇതടുത്തത് കണ്ടോ? നോക്കൂ.